السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മുന്നേ തുടങ്ങി വെച്ച ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആസാറുൽ ഫിതൻ, ഫിത്നകളുടെ അനന്തരഫലം എന്ന പുസ്തകത്തെ അവലംബമാക്കിക്കൊണ്ട് അതിന്റെ ആ പുസ്തകത്തിന്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് കടക്കുകയാണ്. ആമുഖമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ചുരുക്കി പറയുകയാണ്. ഫിത്നകൾ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഫിത്ന എന്ന അറബി പദത്തിന്റെ അർത്ഥം അൽ ഇബ്തിലാ വൽ ഇംതിഹാൻ, പരീക്ഷണം, പരീക്ഷ എന്നൊക്കെയാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ ഫിത്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾക്കും, കുഫറും ഷിർക്കും തിന്മകളും അടക്കമുള്ള എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾക്കും ഫിത്ന എന്നാണ് പറയുക. ഫിത്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിൽ, ഈമാനിൽ സത്യസന്ധനാണോ അതല്ല കാപട്യമുള്ളവനാണോ എന്ന് വേർതിരിച്ചറിയുന്നതിനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ ഫിത്ന. മാത്രമല്ല, ഒരു ഫിത്നയിൽ നിന്നൊരു മുസ്ലിം യഥാർത്ഥ രൂപത്തിൽ പിടിച്ചു നിൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്താൽ സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ അവൻ ശുദ്ധീകരിക്കപ്പെടും. ഒരു ഫിത്നയിൽ മുസ്ലിം അവന്റെ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, ആ ഫിത്നയിൽ ശരിയായ രൂപത്തിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ, സ്വർണം തീയിലിട്ട് കഴിഞ്ഞാൽ അത് എത്രമാത്രം ശുദ്ധമാകുമോ അത്രമാത്രം അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം ശുദ്ധമാകുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ ഫിത്നയെ താക്കീത് ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ തവണ കേൾക്കുകയുണ്ടായി. അതോടൊപ്പം ആമുഖമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അതിന്റെ ചുരുക്കം ഇതാണ്: ഫിത്നയുടെ അനന്തര ഫലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കൽ, ഞാനതിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാനും, അതുപോലെ തന്നെ ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ സ്വയം സൂക്ഷിക്കാനുമെല്ലാം അനിവാര്യമാണ്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ അറബിയിൽ പറയാറുള്ളത് പോലെ കൈഫ യത്തഖി മൻ ലാ യദ്രി മാ യത്തഖി, എന്തിൽ നിന്നൊക്കെയാണ് തന്നെ സൂക്ഷിക്കേണ്ടത് എന്നറിയാത്ത മനുഷ്യൻ എങ്ങനെയാണ് സ്വന്തത്തെ സൂക്ഷിക്കാൻ സാധിക്കുക? എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ രക്ഷപ്പെടേണ്ടത് എന്ന് മനസ്സിലാകാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കുഴിയിലും പോയി ചാടും. അതുകൊണ്ട് ഫിത്നയുടെ സന്ദർഭത്തിൽ വളരെ സൂക്ഷ്മത കാണിക്കേണ്ടത് എല്ലാവരുടെയും അനിവാര്യ ബാധ്യതയാണ്. മാത്രമല്ല, പലപ്പോഴും ഫിത്നയുടെ സന്ദർഭത്തിലുള്ള എടുത്തുചാട്ടം അവന് തന്നെയും അവന്റെ നാട്ടുകാർക്കും അതല്ലെങ്കിൽ അവനോടൊപ്പമുള്ള ആളുകൾക്കും വലിയ അപകടവും പ്രശ്നവും വരുത്തിവെക്കുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത രൂപത്തിൽ അവനെ ഫിത്നയുടെ അകത്ത്, അതിന്റെ ഉള്ളിൽ തളച്ചിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഹദീസുകൾ, തഅവ്വദു മിനൽ ഫിതനി, നിങ്ങൾ ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം, ശരണം തേടണം. മാ ദഹറ മിൻഹാ വമാ ബതൻ, അതിൽ നിന്ന് പ്രകടമായതാകട്ടെ രഹസ്യമായിരിക്കുന്നതാകട്ടെ ഏത് ഫിത്നയാകട്ടെ നിങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ശരണം തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ 4 കാര്യങ്ങളിൽ നിന്ന് ഇസ്തിആനത്ത് നടത്താൻ, ശരണം തേടാൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഫിത്നകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇമാം ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിത്ന, അല്ലാഹുവേ ഫിത്നകളിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നൊരാൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ഫഇന്നഹു ലൈസ മിൻകും അഹദുൻ ഇല്ലാ വഹുവ മുഷ്തമലുൻ അലൽ ഫിത്ന, കാരണം നിങ്ങളിൽ ഒരാളും തന്നെയില്ല, ഫിത്നകൾ കൊണ്ട് മൂടപ്പെടാത്തവനായി ഒരാളും തന്നെയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്. നിങ്ങൾക്ക് ഫിത്നയിൽ നിന്ന് മൊത്തത്തിൽ രക്ഷപ്പെട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്വന്തം സന്താനങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥനയായി മാറും, അതല്ലെങ്കിൽ സമ്പാദ്യത്തിനെതിരെയുള്ള പ്രാർത്ഥനയായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതുമാണ്. അള്ളാഹു പറയുന്നതോ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഫിതൻ, അള്ളാഹു ഫിത്നകളിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഫഅയ്യുകും ഇസ്തആദ ഫലിയസ്തഇദ് ബില്ലാഹി മിൻ മുദില്ലാത്തിൽ ഫിതൻ, ഫിത്നകൾ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അല്ലാഹുമ്മ അഊദു ബിക മിൻ മുദില്ലാത്തിൽ ഫിതൻ, ഫിത്നകൾ വഴിതെറ്റിക്കുന്നതിന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുകയാണ് എന്നാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടത്. ഫിത്നകളുടെ അനന്തരഫലങ്ങൾ എന്താണ്? അതിലൊന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഇൻസിറാഫുൻ നാസി അനിൽ ഇബാദ, ജനങ്ങൾ ഇബാദത്തിൽ നിന്ന് അകലുക എന്നത് അവരെ ഫിത്ന ബാധിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. ഒരു സമൂഹത്തെ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഫിത്ന ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് അയാൾ ഇബാദത്തുകളിൽ നിന്ന് അകലുക എന്നതാണ്. ജനങ്ങൾ ഇബാദത്തിൽ നിന്ന്, ശരിയായ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അതല്ലെങ്കിൽ അസ്കാറുകൾ, ദുആകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോവുകയാണ്. അങ്ങനെ ഇബാദത്തുകൾ അയാളുടേത് കുറയുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇബാദത്തുകളിൽ കുറവ് കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുന്നത്തുകൾ എടുക്കുന്നതിൽ കുറവ് കാണിക്കുക, അതല്ലെങ്കിൽ ഫർദുകളിൽ തന്നെ ആലസ്യം കാണിക്കുക എന്നിങ്ങനെ അയാളുടെ ഇബാദത്തുകളിൽ കുറവ് കാണുകയാണെങ്കിൽ അയാൾ ഫിത്ന ബാധിച്ചവനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണ് നിങ്ങളത് കാണുന്നത്, അതല്ലെങ്കിൽ ഒരു കക്ഷിയിലാണ് നിങ്ങളത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണെന്ത്? ഇബാദത്തുകളിൽ നിന്ന് അകന്നു പോവുക എന്നത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇബാദത്ത് എന്നത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇബാദത്ത് എന്നതിന് വളരെ കൃത്യമായ നിർവചനം നൽകിയിട്ടുണ്ട്. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ് മിനൽ അഖ്വാലി വൽ അഫ്ആൽ അദ്ദാഹിറ വൽ ബാത്തിന. ഇത് ശരിക്കും ഓരോ വാക്ക് വെച്ച് ഒരു ക്ലാസ്സായിട്ട് പഠിക്കേണ്ടതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ. സലാം പറയുന്നുണ്ട്, കയറി വരുമ്പോ വഅലൈക്കും സലാം, ബസ്സിലേക്ക് കയറി വരുമ്പോ സലാം പറയും. ഇത് ഈ ക്ലാസ് ബുദ്ധിമുട്ടായി എന്ന് വെച്ചിട്ടൊന്നും സലാം പറയായിരിക്കും. ഇസ്മുൻ ജാമിഉൻ, ഇബാദത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മൊത്തത്തിൽ അല്ലാഹു വയർദാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അവന് തൃപ്തികരമായ എല്ലാ കാര്യത്തിനും ഇബാദത്ത് എന്ന് പറയും. മിനൽ അഖ്വാൽ വൽ അഫ്ആൽ, സംസാരമാകട്ടെ പ്രവൃത്തിയാകട്ടെ. സംസാരം രണ്ട് രൂപത്തിലുണ്ട്. ഹൃദയത്തിന്റെ സംസാരമുണ്ട്, നാവ് കൊണ്ടുള്ള സംസാരമുണ്ട്. പ്രവൃത്തിയും രണ്ട് രൂപത്തിലുണ്ട്. ഹൃദയത്തിലുള്ളതുണ്ട്, ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയുണ്ട്, നാവ് കൊണ്ടുള്ള പ്രവൃത്തിയുണ്ട്. ഹൃദയത്തിന്റെ പ്രവൃത്തി എന്താണ്? ഒരു ഉദാഹരണം, വേറെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്ർ എന്നുള്ളത് രണ്ടിലും ഉൾപ്പെടുന്നതാണ്. ചിലപ്പോൾ ദിക്ർ നാവ് കൊണ്ടുണ്ടാവും, ഹൃദയം കൊണ്ടുണ്ടാവും. ഹൃദയത്തിന്റെ മാത്രമായ ഒരു പ്രവർത്തനം പറഞ്ഞു, നിയ്യത്ത്, അതുപോലെ തന്നെ പിന്നെ ഇഖ്ലാസ്, പിന്നെ ഭയം, അൽ ഖൗഫ്,
വറജ വൽ മഹബ്ബ, സ്നേഹം, ഇതൊക്കെ ഹൃദയത്തിന്റെ മാത്രം പ്രവൃത്തിയാണ്. ശരീരത്തിന് അതിൽ യാതൊരു വലിയ പങ്കുമില്ല. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തൃപ്തികരമായ പ്രവർത്തനങ്ങൾ, അദ്ദാഹിറ വൽ ബാത്തിന, അത് മനുഷ്യന്റെ ഉള്ളിൽ ഇരിക്കുന്നതാകട്ടെ പുറത്തേക്ക് പ്രകടമാകുന്നതാകട്ടെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവൻ തൃപ്തികരമായ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? ഇബാദ. ഇത് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ പ്രസിഡന്റിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം, ഇതല്ല ഇബാദത്തിന്റെ നിർവചനം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഏതൊക്കെയാണ് രണ്ട് കാര്യം? അൽ ഇഖ്ലാസ് വത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഒരു ഇബാദത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ട് കാര്യം ഉണ്ടാവുന്നത്. ഒന്നത് അള്ളാഹുവിന് മാത്രമായിരിക്കണം, രണ്ട് റസൂലിനെ കാണിച്ചെന്ന പോലെ ഇരിക്കണം. ഇതാണ് ഇബാദത്ത്. ഇതിൽ കുറവുണ്ടെങ്കിൽ എന്തുണ്ട്? അയാൾ ഫിത്ന ബാധിച്ചവനാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ കുറയാൻ പാടില്ല. ഇബാദത്തുകളിൽ നിന്ന് ഒരു സമൂഹം, ജനങ്ങൾ, വ്യക്തി ഇവർ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫിത്ന ബാധിച്ചിട്ടുണ്ട് എന്ന് അത് നിങ്ങളൊക്കെ സ്വയം പരിശോധിച്ചാൽ മതി. ഓരോ ഫിത്ന വരുമ്പോഴും സത്യത്തിന്റെ ഒപ്പമാണോ ഞാൻ നിൽക്കുന്നത്, അതിന്റെ ഫിത്ന എന്നെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഇബാദത്തുകളിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ വീണ്ടും പരിശോധിക്കണം. ഇത് കേൾക്കുന്ന ആരാവട്ടെ, ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ആ പ്രശ്നങ്ങളിൽ എല്ലാവരും സ്വയം ചിന്തിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കുകയാണോ ചെയ്തല്ല കുറക്കുകയാണോ ചെയ്തത്? കുറക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാവട്ടെ, ഗ്രൂപ്പിലാവാതിരിക്കട്ടെ, നിങ്ങൾ സ്വന്തത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പരിശോധിക്കണം. ഫിത്ന നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതിനുള്ള ലക്ഷണമാണ്, സൂചനയാണ്. കാരണം ഫിത്നയുടെ അനന്തരഫലമാണ്. ഫിത്ന ഒരാളെ ബാധിച്ചിട്ടുള്ളതിന്റെ അനന്തരഫലം എന്താണ്? അല്ല, ഇബാദത്ത് കുറയും. ഇബാദത്തിൽ അയാൾക്ക് താല്പര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് ഫിത്നയുടെ അടയാളമാണ്. മിൻ ആഥാരിൽ ഫിതൻ അന്നഹാ സബബുൻ ലിഇൻസിറാഫിൽ അബ്ദി അനിൽ ഇബാദ. ഫിത്നയുടെ അനന്തരഫലങ്ങളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഇബാദത്തുകളിൽ നിന്ന് അകന്നു പോവുക എന്നത്. അല്ലത്തി ഖുലിഖ ലിഅജ്ലിഹാ, എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലത്തി ഖുലിഖ ലിഅജ്ലിഹാ, ഇബാദത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ആ ലക്ഷ്യം പറഞ്ഞിട്ട് അവൻ ഫിത്നന്റെ ആളായിട്ട് മാറുന്നുണ്ട്. ഫിത്ന വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അടയാളതാണ്. അള്ളാഹ് എന്തിനാണ് അവനെ സൃഷ്ടിച്ചതൊക്കെ അവൻ മറന്നുപോയിരിക്കുന്നത്. പിന്നെ അവൻ ഫിത്നയുടെ ആളായി മാറി. അതാണ് പിന്നെ അവനെ നയിക്കുന്നതും അവനെ തിരിക്കുന്നതും. അവൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഫിത്നയാണ്, അല്ലാതെ അള്ളാഹുള്ള ഇബാദത്തല്ല. അള്ളാഹു അവനെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് ചിന്തയല്ല. അള്ളാഹുവിനുള്ള അനുസരണം എന്ന അവൻ സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നുള്ള അവന്റെ സൃഷ്ടിപ്പിന് പിന്നുള്ള ലക്ഷ്യം തന്നെ അവൻ മറന്നുപോകണം. അതിൽ നിന്ന് അവൻ അകന്നു പോകും. ഇത് ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവൻ അകന്നു പോകാൻ കുറയും. അള്ളാഹുവിന്റെ സ്മരണ ദിക്റുകൾ കുറഞ്ഞു പോകും ജീവിതത്തിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദിക്റുകൾ കുറഞ്ഞു പോവുക എന്ന്. രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഇതൊക്കെ മറന്ന് അവൻ വേറെ പല കാര്യങ്ങളിലും എന്ത് ചെയ്ത് അവന്റെ ചിന്തയും അവന്റെ പ്രവൃത്തിയും ഒക്കെ മാറിപ്പോവാണ്. ഇതിനൊന്നും സാധിക്കുന്നില്ല. ചിലപ്പോൾ ദീനെന്ന പേരിലാവും, ചിലപ്പോൾ ദുനിയാവെന്നുള്ള പേരിലാവും. രണ്ടാണെങ്കിലും ശരിയല്ല. ചിലപ്പോൾ ദീനിന്റെ പേരിലായിരിക്കും. ദീനിന്റെ പേരിലെന്ന് പറഞ്ഞിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ നമ്മൾ അകന്നു പോവുക. അതല്ലെങ്കിൽ ദുനിയാവിന്റെ പേരിൽ, ബിസിനസ്, ഇങ്ങനെയുള്ള ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലായിരിക്കും. രണ്ടാണെങ്കിലും എന്താണ്? ഫിത്നയാണ്. وتصبح حياته أيامه وأوقاته مشغولة بالقيل والقال. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവന്റെ ജീവിതം അവന്റെ ജീവിതം, അവന്റെ ദിവസങ്ങൾ, അവന്റെ സമയങ്ങൾ മഷ്ഗൂലതൻ ബിൽ ഖീൽ വൽ ഖാൽ. എപ്പോ നോക്കിയാലും അവന്റെ ശുഗൽ എന്തായിരിക്കും? ഖീൽ വൽ ഖാലായിരിക്കും. ഇന്നോൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത്രേ അപ്പുറത്ത് അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കും അവന്റെ എപ്പോ നോക്കിയുള്ള ചിന്ത. ഇതായിരിക്കും അവന്റെ എപ്പോ നോക്കിയുള്ള അന്വേഷണം. ഇബാദത്തായിരിക്കില്ല. അയാളെന്തോ പറഞ്ഞിട്ടുണ്ട്, ഇയാളെന്തോ പറഞ്ഞു. ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ പല സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മുസ്ലിം എന്ന നിലക്ക് അവന് അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കേണ്ട ഇബാദത്ത്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെയാണ് അള്ളാഹിന്റെ അടുക്കൽ അവന് ബാധ്യത ഉള്ളത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്ക് അവർക്ക് ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നേതാക്കന്മാർക്ക് അവർക്ക് ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
പക്ഷെ എല്ലാവർക്കും ഒരാൾക്ക് ബാധ്യത അവന്റെ കാര്യങ്ങൾ പിന്നാലെ എല്ലാവരും നടന്നു കഴിഞ്ഞാലോ ശരിയല്ല. കീലയും കാലയും മാത്രമായിട്ട് നടക്കുക, അത്തരം കാര്യങ്ങളുടെ പിന്നാലെ മാത്രം ഓടി നടക്കുക, ഇത് എന്തല്ല, ഒരു മുസ്ലിമിന്റെ രീതിയല്ല. പിന്നെ അവന്റെ എപ്പോ നോക്കിയാലുള്ള ചിന്തയും അവന്റെ ഇടപാടുകളും എന്ത് കാര്യത്തിലായിരിക്കും? ഓരോ സമയത്തായി ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന ഓരോ വിഷയങ്ങളായിരിക്കും. ഒരു ഫിത്തനുണ്ടായ പിന്നെ അതിന്റെ പിന്നാലെ, അതല്ലെങ്കിൽ വൽഫിത്തൻ അല്ലത്തി തതഅജ്ജജ്, നീറിക്കത്തുന്ന ആളിക്കത്തുന്ന പിന്നെ ഫിത്തനയുടെ അഗ്നിനാളങ്ങൾക്കിടയിലൂടെയായിരിക്കും അവന്റെ നടത്തം. ഇതെനിക്കെപ്പോ നോക്കിയാൽ അവന്റെ ചിന്ത. വഖൽബുഹു യകൂനു മുശവ്വശൻ, നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. വഖൽബുഹു യകൂനു മുശവ്വശ്, ഹൃദയം എപ്പോഴും തശ്വീഷിലായിരിക്കും. തശ്വീഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. തശ്വീഷ് ആകെ എപ്പോ നോക്കിയാൽ അസ്വസ്ഥതയായിരിക്കും. മുദ്ദറബൻ, എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഒരു ഇസ്തിഖാമ, ഒരു നേരെയുള്ള നിൽക്കൽ എപ്പോഴും സാധിക്കൂല. എന്ത് ചെയ്താലും ഒരു അസ്വസ്ഥത, എന്ത് കേട്ടാലും അസ്വസ്ഥത. ഒരു മുഅ്മിന്റെ സമാധാനമാണ് ഉണ്ടല്ലോ. മുഅ്മിന്റെ പറഞ്ഞ അർത്ഥം എന്താണ്? അന്നുള്ളവൻ എന്താണ്? അന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം എന്താണ്? അല്ലദീന ആമനൂ വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. വിശ്വസിച്ചതിന് ശേഷം ദുൽമ ചെയ്യാത്തവർക്ക് എന്തുണ്ട്? അമ്നുണ്ട്, നിർഭയത്വമുണ്ട്, സമാധാനമുണ്ട്. ദുനിയാവിലെ ആഖിറത്തിലതുണ്ട്. ദുനിയാവിലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. പക്ഷേ ഇവൻ അങ്ങനെ ഇരിക്കില്ല. അത് രണ്ട് കാര്യത്തിൽ, ദീന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. ദീന്റെ കാര്യത്തിൽ ചിത്ര ബാധിച്ചവനാണെങ്കിൽ അവനും ഇതേപോലെ തന്നെയാണ്. അവിടെ ഒരുത്തൻ അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇവനെപ്പോ നോക്കിയാൽ ചിന്ത അത് ആകെ എന്താ പറയാ, ഒരു നിരാശ ബാധിച്ചവനെ പോലെ. നമ്മൾ എന്തിനും ബാധ്യതപ്പെട്ടവരാണ്? ഇസ്ലാഹ് നടത്താൻ, ശരിയാക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. നമ്മൾ ഒരിക്കലും അവരൊക്കെ ആലോചിച്ച് നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതം തകർന്നു പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവർ ഈമാനിലാകുന്നില്ല എന്നുള്ളത് നീ നശിച്ചു പോകേണ്ടതില്ല, അങ്ങ് നശിച്ചു പോകേണ്ടതില്ല, അങ്ങ് തന്നെ സ്വയം ജീവനെടുക്കേണ്ടതില്ല. അപ്പോൾ ഹൃദയം ഉണ്ടാകേണ്ടതില്ല. എപ്പോ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥ. അതല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ബിസിനസ് നശിക്കോ, ഇവിടെ ബിസിനസ് നശിക്കോ, ഇവിടെ കുറച്ച് പൈസ കുറയോ, ഇതായിരിക്കും എന്ന ചിന്ത. ഇത് പാടില്ല. فلا يهدأ ولا يطمئن ولا يتحقق منه ذكر لله فلا يهدأ. അവന് സമാധാനം ഉണ്ടാവില്ല എപ്പോ നോക്കിയാലും. ولا يطمئن, തുമഅനീന ഉണ്ടാവില്ല. ഒരു തുമഅനീന എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്കം, ഇബാദത്തുകളിലാവട്ടെ അവന്റെ ഇടപാടുകളിലാവട്ടെ തുമഅനീന, ഒരു സമാധാനം, ശാന്തി അവന്റെ അടുത്ത് കാണാൻ പറ്റില്ല. ولا يتحقق منه ذكر لله, അള്ളാഹുവിനുള്ള സ്മരണയിൽ നിന്ന് അവൻ അകന്നുപോയിക്കൊണ്ടേയിരിക്കും. على وجه الطمأنينة, നല്ല സമാധാനത്തോടുകൂടി അള്ളാഹിനെ ഓർക്കാൻ പോലും സാധിക്കില്ല. അതിനുപോലും ഇരിക്കും, കുറച്ചേരി ഇരിക്കുമ്പോഴത്തേക്ക് അവന് വേറെ ചിന്ത വരും. فيكون مضطرب القلب, അവന്റെ ഹൃദയം എന്നും ആടിക്കൊണ്ടിരിക്കും. ولهذا جاء في الحديث الصحيح عن نبينا عليه الصلاة والسلام أنه قال, ഇതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇബാദത്തുൻ ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. പഠിക്കാൻ പറ്റിയ ഹദീസാണ്. ഇബാദത്തുൻ ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. പഠിച്ച ഇബാദത്തുൻ ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഒരു ഹദീസ് പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് പഠിച്ചോളൂ. ഇബാദ, ആരാധന, ഫിൽ ഹർജ്, ഹർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഫിത്നയാണ്. മാത്രമല്ല ഫിത്ന എന്നതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇഖ്തിലാഫ്, ജനങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന അഭിപ്രായ ഭിന്നതകളാണ്, അഭിപ്രായ വ്യത്യാസം, മതവിഷയങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ ഹർജ് എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇബാദത്തുൻ ഫിൽ ഹർജ്, ഫിത്നയുടെ സന്ദർഭത്തിലുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ഇഖ്തിലാഫാണ് മതത്തിന്റെ കാര്യത്തിൽ, അതായത് ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അത്തരം സന്ദർഭത്തിലുള്ള ഇബാദത്ത് എന്താണ്? കഹിജ്റത്തിൻ ഇലയ്യ,
എന്റെ അടുക്കലേക്കുള്ള ഹിജറ പോലെയാണ്. അത്രയധികം പ്രതിഫലം അതിനുണ്ട്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇബാദത്തിന് ഇത്ര ശ്രദ്ധതയുള്ളത്? കാരണം ആ സന്ദർഭത്തിൽ ആളുകൾ എല്ലാവരുടെയും ചിന്ത മാറിപ്പോകുന്ന സമയമാണ്, എല്ലാവരുടെയും ആലോചനകൾ മാറിപ്പോകുന്ന സമയമാണ്, ലക്ഷ്യം മാറിപ്പോകുന്ന സമയമാണ്. ജനങ്ങൾ എല്ലാവരും അഭിപ്രായത്തിലെ തർക്കത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് അള്ളാഹു എന്നെ സൃഷ്ടിച്ചുള്ള ഇതിനു വേണ്ടിയിട്ടൊന്നല്ല, ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അള്ളാഹുള്ള ഇബാദത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, കുറവ് വരുത്താൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇബാദത്ത് അത്രയും ആളുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ജനങ്ങൾ അഭിപ്രായ വ്യത്യാസം തർക്കത്തിനുമാകുന്ന സമയത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്നത് എന്താണ്? ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അന്നാസ് യഖ്ഫലൂന അനിൽ ഇബാദത്തി വയസ്തഗിലൂന അൻഹാ. ഈ സന്ദർഭത്തിൽ ഇബാദത്തിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞു കളയുന്ന സന്ദർഭമാണ്. ولا ينفرغ لها إلا الأفراد. ആ സന്ദർഭത്തിൽ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുക വളരെ കുറച്ച് ഒന്നോ രണ്ടോ ദലീലുണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ്. വളരെ ശരിയാണ്. ഫിത്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇബാദത്തിന് വേണ്ടി മുന്നേ ചെയ്തിരുന്ന പോലെ മര്യാദയ്ക്ക് അപ്പോഴും ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. ഈ പറഞ്ഞ് നമുക്കത് സാധിക്കുമോ എന്നുള്ളത് തന്നെ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അല്ലെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ കഴിയുന്ന കാര്യം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സന്ദർഭത്തിൽ ഇബാദത്ത് എന്നിലേക്കുള്ള ഹിജറ പോലെയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹിജറയോട് ആ സന്ദർഭത്തിലുള്ള ഇബാദത്തിനെ ഉപമിക്കാൻ കാരണം? പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഹിജറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കുഫറിൽ നിന്നും അതിന്റെ നാട്ടിൽ നിന്നും ഇസ്ലാമിന്റെ നാട്ടിലേക്കുള്ള പാരായണമായിരുന്നു ആ കാലഘട്ടത്തിലെ ഹിജറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയുടെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ഇഖ്തിലാഫുകളിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കക്ഷിത്വങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തർക്കങ്ങൾ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നുമുള്ള അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഇബാദത്തിലേക്ക് അവൻ ഓടിപ്പോകുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിലെ ഹിജ്റയോടാണ് ഉപയോഗിച്ചത്. അത് ശരിക്കും പറഞ്ഞൊരു ഓട്ടം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു, അതാണ് ശരിക്കുള്ള ഓട്ടം. കാരണം ഹൃദയം കൊണ്ടുള്ള ഒരു ഓട്ടമാണ്. മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കുകയാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ ലഫ്ദ് ഇപ്രകാരമാണ്, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ. ഞാനിപ്പോ പറഞ്ഞത് ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ എന്ന്. അങ്ങനെയും ആ ഹദീസ് വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം 2948 എന്ന് പറഞ്ഞാൽ 2948 അത് എഴുതിയെടുക്കരുതിട്ടാ. ആ ഒരാൾ മാത്രമാണ് എഴുതിയെടുക്കണം. എഴുതിയെടുക്കണം. ഹദീസിന്റെ നമ്പർ പറയുമ്പോൾ മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും എഴുതിയെടുക്കണം. ഞാൻ ആരെയും കുറ്റം പറയല്ല, വേണ്ടതാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഡയറിയും ഒരു എഴുതിയെടുക്കാനുള്ള കാര്യവും എപ്പോഴും ആവശ്യമാണ്. അൽ ഹർജു, ഹർജ് എന്നതിന്റെ ഉദ്ദേശം എന്താണ്? മാ യകൂനു ഫിന്നാസി മിൻ ഇത്റാബ്. ജനങ്ങൾ ഒരു ഇത്റാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ ആകുന്ന സന്ദർഭത്തിലാണ് ഹർജ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ ഉദ്ദേശം അതാണ്. വഇൻദമാ തമൂജുൽ ഉമൂർ വതضطرب. ഫിത്ന ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ അവസ്ഥ അവ്യക്തമായി തുടരുകയും ചെയ്യുന്ന സന്ദർഭമാണത്. വയൻശബ്ബു ബൈന الناس الفتن والقتل ونحو ذلك. ജനങ്ങൾക്കിടയിൽ ഫിത്നകളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്ന സന്ദർഭമാണ് ഫിത്നയുടെ സന്ദർഭം എന്നതുകൊണ്ടുള്ള ഇവിടെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശം. من يكون في مثل هذا الوقت مشتغلا بعبادة الله تعالى فهو كالمهاجر.
ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്തുകളുമായി മാറിയിരിക്കുന്നവന്റെ അവസ്ഥ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഹിജ്റ പോയവനെ പോലെയാണ്. മാത്രമല്ല വഹാദാ യുബയ്യിൻ അന്ന മൻ കാന ഫിൽ ഹർജ് മുസ്തഗിലൻ ബിൽ ഇബാദത്തി ഫഇന്നഹു മുവഫഖുൻ സാലിമുൻ മിൻ അവ്ദാരിൽ ഫിത്ന. മാത്രമല്ല ഒരാൾക്ക് ഫിത്നയുടെ സന്ദർഭത്തിൽ ഇബാദത്തിൽ മാറിയിരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു ഫിത്ന ഇറങ്ങിയെന്ന് വിചാരിച്ചു, ആ ഫിത്നയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താണ്? അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കാമെന്ന്. അത് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ എത്രമാത്രം ഇബാദത്ത് വിട്ടുനിൽക്കുന്ന ആ തോതനുസരിച്ച് അയാളുടെ മേൽ ഫിത്ന ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഫിത്ന ഏത് വന്നാൽ ഇനിയും ഫിത്ന ഉണ്ടാവും. പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും ചിലപ്പോൾ ഇങ്ങനെ നാടിനെ മാത്രം ബാധിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒന്നാകെ കേരളം തന്നെ ബാധിക്കും, ചിലപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഒന്നാകെ ബാധിക്കുന്നതായിരിക്കും. ഫിത്ന ബാധിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കാന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وأيضا في الوقت نفسه يدل على أن الذي ينبغي على الإنسان في الفتن هو الإقبال على العبادة. മാത്രമല്ല ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം എന്താണ്? ഒരാൾക്ക് ഫിത്ന ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഇബാദത്തിൽ മുഴുകുക എന്നതാണ്. വതജന്നുബുൽ ഫിതൻ, ഫിത്നയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതുമാണ്. ലിയഫൂസ ബിസ്സആദതി വറാഹതി വത്തുമഅനീന. കാരണം അല്ലാഹുവിന്റെ അടുക്കൽ സൗഭാഗ്യം ലഭിക്കണമെങ്കിലും സമാധാനം ലഭിക്കണമെങ്കിലും ശാന്തി ലഭിക്കണമെങ്കിലും അവൻ ഫിത്നയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇബാദത്തിലേക്ക് മാറിയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ولهذا جاء في الحديث الصحيح عن نبينا عليه الصلاة والسلام أنه قال. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറഞ്ഞത്, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. രണ്ട് ഹദീസല്ല. ആദ്യം പറഞ്ഞ ഹദീസ് എന്തായിരുന്നു? തൊട്ടു മുന്നേ പറഞ്ഞ ഹദീസ് എന്തായിരുന്നു? അല്ല, ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഇപ്പോൾ പറയുന്ന ഹദീസ് കൂടി കേട്ടോളൂ. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. സഈദ്, ഇന്ന നിശ്ചയമായി സഈദ് ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യം കിട്ടിയവൻ ആരാണ്? ലമൻ ജുന്നിബൽ ഫിതൻ. അവൻ ഇയാൾ മാത്രമാണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചവനാണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യവാൻ. ഫിത്നയിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിച്ചവനാണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യവാൻ. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. അത് പഠിച്ചല്ലോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എളുപ്പമാണ് ഇതൊക്കെ. ഈ ഹദീസ് 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് ആവർത്തിച്ചു. ഇത് 3 തവണ ആവർത്തിച്ചാൽ എന്തായി? ഹദീസ് മുഴുവൻ പഠിച്ചു. എളുപ്പമാണ് ഹദീസിൽ. ചില ഹദീസിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടിയാൽ ഇതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയാൽ പഠിക്കാൻ പറ്റും. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. നിശ്ചയമായും ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഫിത്നയിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിച്ചവരാണ്. ഫിത്നയിൽ നിന്ന് എങ്ങോട്ടേക്ക് അകന്നു നിൽക്കേണ്ടത്? ചില ആൾക്കാർ ഫിത്നയിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കാൻ? ഞാൻ ഒന്നിക്കൂല്ല, ഞാൻ ഇന്നൊരു ഇബാദത്ത് ചെയ്യും, മതി എനിക്ക് വെറുപ്പിടിക്കാൻ തുടങ്ങിയിരിക്കണം. ആൾക്കാർ വെറും എപ്പോൾ നോക്കിയാലും പിന്നെ അതാ തർക്കം. എനിക്കിതിലേക്കൊന്നും ഇടപെടാൻ പറ്റില്ല, ഞാൻ നീ ഒന്നിൽക്കില്ല, നീ നിസ്കാരമില്ല, നോക്കില്ല, മതി, നിങ്ങളൊക്കെ നടന്നാൽ തന്നെ ശരിയാവില്ല. ഇങ്ങനെയല്ല ഫിത്നയിൽ നിന്ന് മാറി നിൽക്കണം. ഇബാദത്തുകളിലേക്ക് മാറി നിൽക്കണമല്ലോ. ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ എല്ലാത്തിനും മാറി നിന്നു പിന്നെ വെറും അവരുടെ ദുനിയാവ് മാത്രമേ ജീവിക്കാന്നാണ് ചില ആൾക്കാർ മനസ്സിലാക്കിയത്. ചില ആളുകൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവർക്ക് എന്ത് ഭിന്നത വന്നു കഴിഞ്ഞാലും പിന്നെ അവർ ഇബാദത്തിലേക്കല്ല വരും, ഇസ്ലാമിനെ തന്നെ വെറുക്കാൻ തുടങ്ങും. അവര് മറ്റവനെക്കാട്ടി കൂടുതൽ ഫിത്ന ബാധിച്ചാണ്. ഫിത്നയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിലേക്ക് കൂടുതൽ മുഴുകുക എന്നതാണ്. അതല്ലാതെ ഇസ്ലാമിനെ തന്നെ വെറുക്കുകയോ അതല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ സംഘത്തെ വെറുക്കുകയോ അല്ല അതിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഫിത്ന വന്നു കഴിഞ്ഞാൽ ദീനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിട്ടൊക്കെ വിട്ടുന്നു അവനവന്റെ വീട്ടിൽ മാത്രം കൂടി ഒരു ഇതുമില്ലാതെ നിസ്കാരം അങ്ങനെ ഇരിക്കലല്ല. മറിച്ച് ഫിത്നയുടെ സന്ദർഭത്തിൽ നന്മയുടെ ആളുകളുമായി കൂടി നിൽക്കണം, ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. നന്മയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബാദത്തിൽ നിൽക്കുന്ന ആളുകളാണ്.
വെറുതെ തർക്കിക്കാൻ പോണ ആൾക്കാരല്ല, മറിച്ച് ഇബാദത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ കൂടി നിൽക്കുക, ഇബാദത്തിൽ മുഴുകുക, നമസ്കാരവും നോമ്പും സക്കാത്തുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുഴുകുക ഫിത്ന വന്നു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് പിന്നെ ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചതാണ് ഫിത്ന വരുന്നു. എന്തായാലും ഫിത്ന ഇനിയും വരും, ഇതോടുകൂടി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി എന്തായാലും ഫിത്ന ഉണ്ടാകും. സംഘടനയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, നിങ്ങളുടെ വ്യക്തികളാകട്ടെ, വീടുകളിലാകട്ടെ, ഫിത്നകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫ അലാ ഉഖ്ബിൻ മിൻ അഖാമിൽ മദീന, മദീനയിലെ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഹൽ തറൗന മാ അറാ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറൽ ഫിതന തഖഉ ഖിലാല ബുയൂതികും കമാ തഖഉൽ മതർ, മഴ പെയ്യുന്നത് പോലെ നിങ്ങളുടെ വീടുകൾക്ക് മീതെ ഫിത്ന വന്ന് പതിക്കുന്നത് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദീനയിലെ റസൂൽ അത് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഫിത്ന വീണുകൊണ്ടിരിക്കുന്നുണ്ട്, ഫിത്ന വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഇബാദത്തിൽ മുഴുകുക എന്നതാണ്. വകററഹ അലൈഹി സ്വലാത്തു വസ്സലാം 3 മർറാത്ത്, നബി അത് 3 തവണ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹദീസിന്റെ ബാക്കി ഇപ്രകാരമാണ്. ഈ പുസ്തകത്തിലില്ല. ഈ പുസ്തകം സാധിക്കാവുന്ന ആൾക്കാർ പ്രിന്റ് എടുത്ത് വെച്ചോളിട്ട് വായിക്കാൻ നിങ്ങൾക്ക് ഉപകാരം. അർത്ഥം എഴുതിയേക്കാണ്, ഇതിന്റെ സൈഡിൽ നോട്ട് എഴുതിച്ചാൽ മതി. വകററഹ അലൈഹി സ്വലാത്തു വസ്സലാം 3 മർറാത്ത്, നബി അത് 3 തവണ പറഞ്ഞു. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിമൻ ബുതുലിയ ഫസബർ. മാത്രമല്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ വലിമൻ ബുതുലിയ, അല്ലാഹുവിനാൽ പരീക്ഷിക്കപ്പെട്ടിട്ട് ഫസബർ, ക്ഷമിക്കാൻ സാധിക്കുന്നവനാണ് ആര്? ഭാഗ്യവാൻ. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞവനും അല്ലാഹുവിന്റെ അടുത്തുള്ള പരീക്ഷണം വന്നിട്ട്, ഇബ്തിലാവ് വന്നിട്ട്, ഇബ്തിലാ എന്ന് പറഞ്ഞാൽ ഫിത്ന എന്നുള്ള അർത്ഥം തന്നെ. പക്ഷെ ഇബ്തിലാവും ഫിത്നയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടായിട്ട്, ഇബ്തിലാ ഉണ്ടായിട്ട് ക്ഷമിക്കാൻ സാധിച്ചവനാണ് ആര്? ഭാഗ്യവാൻ. സവാഹ എന്ന് പറഞ്ഞാൽ പണ്ടുമൊക്കെ പല അഭിപ്രായം ഉണ്ട്. അതിൽ ഒരു അഭിപ്രായം നബി അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ സാധിക്കുന്നതിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ് എന്ന് റസൂലുള്ള പറയാം. ഹദീസ് ഒന്നുകൂടി പറയാം. ഇന്ന സഈദ ലമൻ ജുനിബൽ ഫിതൻ വലിമൻ തുലിയ ഫസബർ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഫിത്നയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിച്ചവനും പരീക്ഷിക്കപ്പെട്ടിട്ട് അല്ലാഹുവിനാൽ പരീക്ഷണം ബാധിച്ചിട്ട് ക്ഷമിക്കാൻ സാധിച്ചവനുമാണ്. സവാഹ, അവന്റെ കാര്യം എത്ര അത്ഭുതകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫസഅദതു ഫി തജന്നുബിൽ ഫിതൻ, അതിനാൽ ഒരാളുടെ ഭാഗ്യം നിലകൊള്ളുന്നത് ഫിത്നയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലാണ്. വൽ ഇസ്തിഗാലി ബിൽ ഇബാദ, ഇബാദത്തിൽ മുഴുകാൻ സാധിക്കുക എന്നതിലുമാണ്. വദ്ദിക്ർ, അല്ലാഹുവിനുള്ള ദിക്റുകൾ അധികരിപ്പിക്കാൻ സാധിക്കുക എന്നതിലുമാണ്. വത്തഅതി ലില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിനുള്ള അനുസരണങ്ങളിൽ, അല്ലാഹുവിനുള്ള ഇബാദത്തുകളിൽ വർധനവ് ഉണ്ടാക്കാൻ സാധിക്കുന്നവനുമാണ്. വത്തഖറബി ഇലൈഹി, അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്നവനാണ്. ജല്ല വഅല ബിമാ ശറഅ, അള്ളാഹു മതത്തിൽ നിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ സാധിക്കണം. ആ വാക്കിൽ ഒരു പ്രത്യേക കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അള്ളാഹിലേക്ക് എങ്ങനെ മാത്രമേ അടുക്കാൻ സാധിക്കുള്ളൂ? അള്ളാഹു നിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ കൊണ്ടാണ്. പല ആളുകളും ഫിത്നയുടെ സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ബിദ്അത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഉദാഹരണത്തിന് ഷിയാക്കളുടെ ഫിത്ന വന്നു. അവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി. ചില ആളുകൾ അള്ളാഹുവിന്റെ പദവിയിലേക്ക് വരെ ഉയർത്തിക്കളഞ്ഞു. ഷിയാക്കൾ അവരുടെ ഒരു ഫിത്നയായിരുന്നത്. ആ ഫിത്നയെ വേറെ ചില ആൾക്കാർ നേരിട്ടത്, നവാസിബുകൾ എന്ന് പറയുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം ആളുകൾ ആ ഫിത്നയെ നേരിട്ടത് എങ്ങനെയാണ്? അലി റളിയല്ലാഹു ചീത്ത വിളിച്ചുകൊണ്ട്. അവർ ഫിത്നയെ നേരിട്ടത് വേറൊരു ഫിത്ന ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില സന്ദർഭത്തിൽ ഫിത്ന വരിക, ഏതെങ്കിലും ഒരു വിഷയത്തെ മോശം രൂപത്തിൽ ഒരാൾ സമീപിക്കും. നമ്മൾ അതേപോലെ മോശം രൂപത്തിൽ സമീപിച്ചാലോ? ഫിത്നയെ ഫിത്ന കൊണ്ടല്ല തടുക്കേണ്ടത്, അള്ളാഹു പറഞ്ഞ രൂപത്തിലാണ്. അവനങ്ങനെ ചെയ്തില്ല എന്നുള്ള ന്യായം പറ്റില്ല. അള്ളാഹു റസൂലും എങ്ങനെയാണോ ആ സന്ദർഭത്തിൽ പ്രതികരിക്കുക, അവർ അങ്ങനെ പ്രതികരിക്കണം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത് കൊണ്ട് അവരിലേക്ക് അടുക്കണം.
പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വൈകാരിക താല്പര്യങ്ങളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ ആവേശമോ അല്ല എന്ത് ചെയ്യും നമ്മൾ നിൽക്കേണ്ടത്, കിതാബും സുന്നത്തുമാണ്. അതല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് വെച്ച് നോക്കിയാൽ നമ്മുടെ ഹിക്മത്തും അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന മസ്ലഹത്തും അല്ല, മറിച്ച് അള്ളാഹു റസൂൽ ഇത് മസ്ലഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെ, അതല്ലെങ്കിൽ അത് മസ്ലഹത്തല്ല. അപ്പൊ ഫിത്നയുടെ സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബും സുന്നത്തും എവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ നിൽക്കണം. ഒരു കാല് നിങ്ങൾ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെക്കാൻ കിതാബും സുന്നത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകളുടെ ചോദ്യങ്ങളും ആളുകളുടെ സംശയങ്ങളും വർദ്ധിക്കും. അതിനെന്ത് ചെയ്യാൻ പാടില്ല, അവരവരുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ മറുപടി അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് അവൻ നിയമമാക്കിയത് കൊണ്ടാണ്. ഫിത്നയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉദ്ദേശിതാണ് ഖുർആൻ സുന്നത്ത് എവിടെ പറഞ്ഞ അവിടെ നിൽക്കണം, ഇബാദത്തിൽ നിൽക്കുക, വേറെ എങ്ങോട്ട് തിരിയാൻ പാടില്ല. സൂക്ഷിച്ചു വാക്കുകൾ സംസാരിക്കുക, സൂക്ഷിച്ച് ഇബാദത്തുകൾ ചെയ്യുക. എന്തിനുള്ള മറുപടി എന്തല്ല, ഫിത്നകൾക്കുള്ള മറുപടി ഫിത്ന ഉണ്ടാക്കലല്ല, മറിച്ച് അതിനെ ഇല്ലാതാക്കൽ. അത് ഒന്നെങ്കിലും ഉണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം മറുപടി പറയുക. സഹീഹിൽ വന്നിട്ടുണ്ട്. സഹീഹിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? വഖദ് ജാഅ സഹീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സഹീഹ് എന്നതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിലെ സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്, സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് എന്നാണ്. വഖദ് ജാഅ സഹീഹ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖാൻ റവാഹു ഷെയ്ഖാൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും അറബിയിൽ കണ്ടു. ഇതിന്റെ അർത്ഥം എന്താണ്? ബുഖാരി മുസ്ലിം. രണ്ട് ഷെയ്ഖുമാരാരാണ്? ബുഖാരി മുസ്ലിം. അതുപോലെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലാ സിഹ്ഹത്തിഹിമാ എന്ന് പറഞ്ഞാലോ ഇതേ അർത്ഥം തന്നെ, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഇങ്ങനെ എപ്പോ നോക്കിയാലും മലയാളം പുസ്തകം മലയാളം പ്രശ്നം കേട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആൾക്കാരല്ല. അറബിയിലേക്ക് കടക്കണം, അറബി വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. ഞാനിങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നു. മുന്നോട്ട് പോകണം നമ്മൾ ഇബാദത്തിന്റെ കാര്യത്തിൽ. സഹീഹുൽ ബുഖാരിയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു ഹദീസ് അതിന്റെ ആശയം ബുഖാരിയിലുണ്ടാവും, അതേപോലത്തെ ആശയം തന്നെ മുസ്ലിമിലും ഉണ്ടാവും. ആ ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് മുത്തഫഖുൻ അലൈഹി ആണെന്ന് പറയണമെങ്കിൽ രണ്ട് ഹദീസ് ഉദ്ധരിച്ച സഹാബി ഒരാളായിരിക്കണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഹദീസ് അത് അബൂ ഹുറൈറ ഉദ്ധരിച്ചിട്ടുണ്ട്, അതേ വാക്യം മുസ്ലിമിലും ഉണ്ട്, പക്ഷെ അത് ഉദ്ധരിച്ചത് അനസ് ഇബ്നു മാലിക്കാണെന്ന് വിചാരിച്ചു. ബുഖാരി മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചെന്ന് പറയുന്നത്. രണ്ട് ഹദീസും ഒരേ ആശയമുള്ള രണ്ട് ഹദീസും ഉദ്ധരിച്ചിട്ടുള്ള ഒരേ സഹാബിയാണ്. അപ്പോഴാണ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചെന്ന് പറയാൻ പാടുള്ളൂ. ഇതൊക്കെ ഇടയിൽ ഇങ്ങനെ പറയുന്നതിനെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നാളെ നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഉമ്മു സലമ ആരാണ്? ഉമ്മു സലമ ആരാ? ഉമ്മു സലമ ഉമ്മുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവർ പറഞ്ഞു ഇസ്തൈഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ ഫസിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഭയന്നു വിറച്ചുകൊണ്ട് റസൂൽ പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഇത്ര പരിശുദ്ധനാണ്. ഇനി പേടിച്ച് വിറച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് പറയാം. മറ്റു ചില റിവായത്തുകൾ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്തു ഷഹാദ പറഞ്ഞു. മാദാ അൻസലല്ലാഹു മിനൽ ഖസാഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എത്ര നിധികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. മാദാ അൻസലല്ലാഹു മിനൽ ഖസാഇൻ. അള്ളാഹു എത്ര നിധികുംഭങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞ ഇതിന്റെ ഉദ്ദേശം ആ ദിവസം ഇറക്കിയെന്നല്ല, മറിച്ച് ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് ഇറക്കാനിരിക്കുന്ന
സ്വർണവും വെള്ളിയുമായിട്ട് അവർക്ക് ലഭിക്കാനിരിക്കുന്ന നിധിയെപ്പറ്റി, സമ്പത്തിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷെ അതിനെപ്പറ്റിയുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറക്കത്തിലാണ് ലഭിച്ചത്. ആ ഉറക്കത്തിലാണ് നബിക്ക് വഹി ലഭിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു എത്ര നിധിയാണ് ഇറക്കിയിട്ടുള്ളത്. വമാദാ അൻസലല്ലാഹു മിനൽ ഫിതൻ, അള്ളാഹു എത്ര ഫിത്നയാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. എത്ര ഫിത്നയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഭാവിയിൽ വരാനിരിക്കുന്ന ഫിത്നയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന് ആ ദിവസം ഇറങ്ങിയ ഫിത്നയാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എത്ര ഫിത്നകളാണ് ഒരു ദിവസം, അത് കണ്ടിട്ട് പേടിച്ച് എഴുന്നേൽക്കാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫിത്ന ഇറങ്ങി എന്ന് അറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യൂഖിദു സവാഹിബൽ ഹുജുറാത്ത് യുസല്ലീന. സവാഹിബൽ ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ മുറിയുടെ ആളുകൾ, എന്ന് വെച്ചാൽ റൂമിന്റെ ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ അതിന്റെ ഉദ്ദേശം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്, മറ്റു ഭാര്യമാരെ ആരാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ളത്? യുസല്ലീൻ, അവരെഴുന്നേറ്റ് നമസ്കരിക്കട്ടെ. റസൂലുള്ളാഹി പറയും, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ. ഈ ഹദീസിലുള്ള പാഠം എന്താണ്? ഫിത്ന ഇറങ്ങി എന്ന് അറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കൽപ്പിക്കുന്നത്? നിസ്കരിക്കാനാണ്, ഇബാദത്തിലേക്ക് തിരിയാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എത്ര ഫിത്നയാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്, പറഞ്ഞിട്ടിങ്ങനെ വെറുതെ ഇരിക്കല്ല. അപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണ് അവരെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കാനുള്ളത്? അവര് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുക. അപ്പൊ ഫിത്നകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. നമസ്കാരത്തിലേക്ക് മുന്നിട്ടിറങ്ങുക, ഇബാദത്തുകളിലേക്ക് മുന്നിട്ടിറങ്ങുക. فأرشد عليه الصلاة والسلام عند نزول الفتن إليه إلى الصلاة. ഫിത്നകൾ ഇറങ്ങുന്നത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ അവരോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, റുബ്ബ കാസിയത്തിൻ ഫി ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ. വസ്ത്രം ധരിച്ച എത്ര ആളുകളാണ് നാളെ പരലോകത്തെത്തുമ്പോൾ വിവസ്ത്രരായി, നഗ്നരായി അള്ളാഹുവിന്റെ മുന്നിൽ നാളെ നിൽക്കപ്പെടുക. ഇന്ന് വസ്ത്രം ധരിച്ച എത്ര ആളുകളാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിവസ്ത്രരാക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഹദീസിന്റെ ബാക്കിയാണ്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. എത്ര വസ്ത്രം ധരിച്ച ആളുകളാണ് നാളെ വിവസ്ത്രരാകാൻ പോകുന്നത് എന്ന പ്രവാചകന്റെ വാക്കിന്റെ ഉദ്ദേശം. ഒന്നാമത്തെ അഭിപ്രായം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖാസിയത്തുൻ ഫി ദുനിയ ബിസ്സിയാബ് ലിവുജൂദിൽ ഗിന. സമ്പാദ്യമുള്ളത് കൊണ്ട് വസ്ത്രം ധരിച്ച ആളുകൾ, നല്ല പൈസ ഉണ്ട്, അതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചവർ നടക്കുന്നുണ്ട്. പക്ഷേ ആരിയത്തുൻ ഫിൽ ആഖിറ മിന സവാബി ലിഅദ്മിൻ അമലി ഫി ദുനിയ. ദുനിയാവിൽ അമല് ചെയ്യാത്തതുകൊണ്ട്, പൈസ കൊണ്ട് വെറും നല്ല ഡ്രസ്സ് മാത്രം ധരിച്ചു നടന്നു, ഇബാദത്തുകൾ ചെയ്യാത്തത് കൊണ്ട് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിവസ്ത്രരാക്കപ്പെടുന്ന ആളുകൾ, നാണക്കെടുത്തപ്പെടുന്ന ആളുകൾ എന്നതാണ് അതിന്റെ ഉദ്ദേശം. പറഞ്ഞാൽ ഇന്ന് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകൾ എത്ര പേരാണ് നാളെ വിവസ്ത്രരാക്കപ്പെടുന്ന പോകുന്നത്? പക്ഷെ നാണക്കേടിലാകാൻ പോകുന്ന എത്ര ആളുകളാണ് നാളെ പരലോകത്തുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം. വേറെ അഭിപ്രായം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടപ്പെട്ട എത്ര ആളുകളാണുള്ളത്. പക്ഷെ ആരിയത്തും മിന ശുക്ർ, എന്നാൽ അള്ളാഹുള്ള ശുക്രിൽ നിന്ന് അവർ വിവസ്ത്രരാണ്. അള്ളാഹിന്റെ നിഅമത്ത് അവരെ മൂടിയിട്ടുണ്ട്, പക്ഷെ ആ നിഅമത്തിനൊന്നും എന്തില്ല, ശുക്രില്ല എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അഭിപ്രായമാണ് ഖാസിയത്തുൻ മിൻ ഉദ്ദേശം ഞാൻ എന്റെ കൈകൊണ്ട് എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല വായിച്ചിട്ടെന്താ. നല്ല വ്യക്തിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം ഈ ഹദീസിന്റെ സാഹചര്യം അതിന് തന്നെയാണ് കൂടുതൽ ബലം നൽകുന്നത്. നല്ല സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച എത്ര ആളുകളുണ്ട്. ഭർത്താവ് നല്ല ദീനുള്ള ആളാണെന്നതുകൊണ്ട് അവരും ദീനിലാണ് എന്ന് ആളുകൾ ധരിക്കും. പക്ഷേ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ ഭർത്താവിന്റെ
നന്മ അല്ലെങ്കിൽ ഭർത്താവ് നല്ലവനാണ് എന്നത് നാളെ എന്തെയില്ല, ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താണ് ആളുകളുടെ മുന്നിൽ എന്റെ ഭാര്യയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, അതൊന്നും നിങ്ങൾക്ക് നാളെ എന്തെയില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉപകാരപ്പെടാൻ പോകുന്നില്ല. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ ഇമാം അത്തയ്യിബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിശദീകരണമാണ് അതിന് കൊടുത്തത്. അതാണ് ഈ ഹദീസിനോട് കൂടുതൽ യോജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്രയെത്ര വസ്ത്രം ധരിച്ച ആളുകൾ നാളെ വിവസ്ത്രരാകാൻ പോകുന്നു പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് ഇബാദത്തിന്റെയും ദീനിന്റെയും ആളുകളായി പരിഗണിക്കപ്പെടുന്നു. പക്ഷെ നിങ്ങൾക്ക് അമലില്ലെങ്കിൽ, നിങ്ങൾ അമലിൽ നിന്ന് സ്വയം അമൽ ചെയ്യുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഈ വസ്ത്രം എന്തില്ല, ഉപകാരപ്പെടില്ല. എന്റെ ഭാര്യയാണ് എന്ന വസ്ത്രം നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടാൻ പോകുന്നില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ അമൽ തന്നെ വേണം. ഈ ഹദീസിലുള്ള തെളിവെന്താണ്? നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമായിട്ട് തെളിവെന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഫിത്നയുടെ സന്ദർഭത്തിൽ വ്യക്തി ചെയ്യേണ്ടത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമായി മുന്നേറുക എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിലേക്ക് മറ്റൊരു ഹദീസിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്രിം. കട്ട പിടിച്ച രാത്രിയെ പോലെ ഫിത്നകൾ വരുന്നതിന് മുന്നേ ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് മുന്നേറുക. ഫിത്ന വരുന്നതിന് മുന്നേ കട്ട പിടിച്ച രാത്രി പോലെ ഫിത്നകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ബാദിറു ബിൽ അഅമാൽ, പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നേറണം. അല്ലാഹുവിന്റെ ഇബാദത്തുകളുമായി നിങ്ങൾ മുന്നേറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ഓരോ ഹദീസുകളുടെയും ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പോകുന്നതിലെ കാര്യമുള്ളൂ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഫിത്നകളെ കട്ട പിടിച്ച രാത്രി, ഇരുട്ട് കട്ട പിടിച്ച രാത്രി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഫിത്ന വന്നു കഴിഞ്ഞാൽ ഫിത്നക്ക് പല അവസ്ഥകളുണ്ട്. ഫിത്ന തുടക്കത്തിൽ വരുന്ന സാഹചര്യമുണ്ട്, പിന്നെ അത് ശക്തമാവുന്ന സാഹചര്യമുണ്ട്. ഫിത്ന തുടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്തിലേക്ക് മുന്നേറണം. ഫിത്ന കൊണ്ട് വന്ന് അത് ശരിക്കും വ്യാപിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഇരുട്ട് ശരിക്കും കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ സത്യം ഏതാണ് അസത്യം ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ ഒന്ന് പുറത്തേക്ക് കടക്കണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അത് വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? അതിന് രക്ഷ നേടാനുള്ള വഴി നിങ്ങൾ കാണിക്കണം. അതെ, അല്ലാഹുവിന്റെ ഇബാദത്താണ്. ഇബാദത്ത് വർദ്ധിപ്പിക്കുക. ഫിത്ന തുടങ്ങുന്നുണ്ടോ എന്ന് അറിഞ്ഞോ സന്തോഷിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചറിയിക്കുക, നാട്ടിൽ പാട്ടാക്കിയല്ലോ വേണ്ടത്. മറിച്ച് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ ഉദ്ദേശം. ആ ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. ഒരു മനുഷ്യൻ രാവിലെയാകുമ്പോൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അവൻ കാഫിറായി മാറിയിട്ടുണ്ടാകും. ഈ ഹദീസിന് അവിടെ പറഞ്ഞ പദം പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് രാവിലെ ഒരാൾ മുഅ്മിനാകും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാഫിറായിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു, രാവിലെ അവൻ തന്റെ മുസ്ലിം സഹോദരനെ സംബന്ധിച്ച് നല്ലത് പറയും, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവന്റെ അഭിപ്രായം എന്തായിരിക്കും? അവനെ കൊല്ലണമായിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. ഈജിപ്തിലും മിസറിലും പോലെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന നാട്ടിൽ പോയാലും നിങ്ങൾക്ക് മനസ്സിലാവണം. മുസ്ലിങ്ങൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്റെ അയൽവാസിയെ കൊല്ലണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവന്റെ നിലപാടൊക്കെ മാറി അവനെ കൊന്നുകളയണം, അവൻ കാഫിറാണെന്ന് പറയാം. അപ്പോൾ രാവിലെ ആകുമ്പോൾ മുഅ്മിനാവുക, വൈകിട്ടാകുമ്പോഴത്തേക്ക് അവൻ കാഫിറാവുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. പറഞ്ഞ് രാവിലെ ആകുമ്പോൾ തന്റെ മുസ്ലിം സഹോദരൻ, ഒരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിച്ചാൽ അവന്റെ അവസ്ഥ എന്താണ്? ഒന്നല്ലെങ്കിൽ അവൻ കാഫിറാണ്, അതല്ലെങ്കിൽ അവൻ കാഫിറല്ലെങ്കിൽ അത് അവനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. ആ വിളി അവനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. അപ്പൊ ഒരു മുസ്ലിമിനെ കൊല്ലുക എന്ന് പറയുക, മുസ്ലിമിനെ കൊല്ലുക എന്താണ്? ഹറാമാണ്, നിഷിദ്ധമാണ്, അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നാൽ മുസ്ലിമിനെ കൊല്ലൽ അനുവദനീയമാണെന്ന് പറയലോ കുഫറാണ്. ഒരു മുസ്ലിമിനെ കൊല്ലൽ, നിങ്ങൾ മുസ്ലിമാണ്, എന്ത് കാരണത്തിന്റെ പേരിലാകട്ടെ നിങ്ങളെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് പറയൽ കുഫറാണ്.
എന്നാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ നിങ്ങൾ വല്ല തിന്മയും ചെയ്തു, നിങ്ങൾ വധിക്കപ്പെടേണ്ട എന്തെങ്കിലും തിന്മ ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് വേറെ കാര്യം. അതല്ലാതെ ഒരു മുസ്ലിം അയാൾ ഷഹാദത്ത് കലിമ സാക്ഷ്യപ്പെടുത്തുന്നിടത്തോളം കാലം അയാളെ കൊലപ്പെടുത്തുക എന്ന് പറയൽ, അല്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറയൽ കുഫ്റാണ്. അത് പറയാൻ പാടില്ല. ഒരു മുസ്ലിമിന് തക്ഫീർ നടത്തുക എന്നത് ആരുടെ അടുക്കലുള്ള കാര്യമാണ്? പണ്ഡിതന്മാരുടെ അടുക്കലുള്ള കാര്യമാണ്. അയാൾ കാഫിറാണെന്ന് പറയും. ഫിത്നകൾ തിരമാലകൾ പോലെ വന്നടിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഇബാദത്തുകൾ അകന്നുകൊണ്ടിരിക്കും. ഇബാദത്തുകൾ മാറിക്കൊണ്ടിരിക്കും. ഇല്ലൽ ഖലീൽ മിമ്മൻ യക്തുബു ലഹും തൗഫീഖൻ വതസ്ദീദൻ വതഅയീദൻ മിൻ അല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തൗഫീഖ് ലഭിച്ച ആളുകളല്ലാത്ത എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ സമയത്തിൽ ഫിത്നയിൽ ഇറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ്, ഞാൻ ഈ അറബി വല്ലാതെ വായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഫിത്ന ഉണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫിത്നയാണ് മുസ്ലിം സമൂഹത്തിൽ. ധാരാളക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് ഹജ്ജാജിന്റെ കാലഘട്ടം. പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട അനേകം ആളുകൾ ഒന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന, പിന്നെ അതുപോലെ തന്നെ കാലഘട്ടത്തിൽ പരസ്പരമുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ. പല പ്രശ്നങ്ങളും ഉണ്ടായ കാലഘട്ടമാണ് ഹജ്ജാജിന്റെ കാലഘട്ടം. പല പണ്ഡിതന്മാരും അക്കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ ഫിത്നയിൽ നിന്ന് വിട്ടുനിന്ന ആളായിരുന്നു ആര്? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അൽ ഹസനുൽ ബസ്രി ഇസ്ലാമിക ലോകത്ത് വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഹസനുൽ ബസ്രി താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. പല സഹാബിമാരിൽ നിന്നും പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ദീൻ പഠിച്ച വ്യക്തിത്വമാണ്. സൂഫികൾ പലപ്പോഴും അദ്ദേഹത്തിലേക്കാണ് തങ്ങളെ ചേർത്തി പറയാറുള്ളത്. സൂഫികൾ എന്ന് പറഞ്ഞാൽ ദുനിയാവ് തീരെ ഒഴിവാക്കി നടക്കുന്ന ടീമുണ്ടല്ലോ, അവർ പലപ്പോഴും ഇദ്ദേഹത്തിലേക്കാണ് അവരെ ചേർത്തി പറയുള്ളത്. പക്ഷേ അദ്ദേഹവും സൂഫികളായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അദ്ദേഹം വളരെ സുഹൃത്തുള്ള, ദുനിയാവിനോട് വിരക്തിയുള്ള ആളായിരുന്നു ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഫിത്നയുടെ കാലഘട്ടത്തിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ സല്ലത്തല്ലാഹുൽ ഹജ്ജാജ അലൈക്കും ഇല്ലാ ഉഖൂബതൻ. അല്ലാഹു ഹജ്ജാജിന് നിങ്ങളുടെ മേൽ സ്വാധീനം കൊടുത്തത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ്, നിങ്ങൾ ചെയ്ത തിന്മക്കുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് ഫലാ തുആരിദു ഉഖൂബത്തല്ലാഹി ബിസ്സൈഫ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മേൽ നിശ്ചയിച്ച ശിക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വാളുകൊണ്ട് തടുക്കാൻ ശ്രമിക്കരുത്. അള്ളാഹിന്റെ ശിക്ഷയെ നിങ്ങൾ വാളുകൊണ്ട് തടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് അള്ളാഹു നിങ്ങളുടെ മേൽ എന്ത് ചെയ്തതാണ്? നിങ്ങളുടെ തിന്മകൾക്ക് വേണ്ടി നൽകിയ ശിക്ഷയാണ്. ആ ശിക്ഷയെ നിങ്ങൾ വാളുകൊണ്ട് എതിർക്കാൻ ശ്രമിക്കരുത്. വലാകിൻ അലൈക്കും ബിസ്സകീനതി വത്തദറു. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കലേക്ക് സമാധാനമുള്ളവരായി മാറുക. മാത്രമല്ല അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഫിത്നയ്ക്ക് മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. വാളുകൊണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ അല്ല, അള്ളാഹുള്ള ഇബാദത്ത് ചെയ്തുകൊണ്ടോ. അതിപ്പോ ഒരു സംഘടന എന്നുള്ള നിലക്ക് പലപ്പോഴും ആളുകൾക്ക് എപ്പോഴും ചിന്ത അങ്ങോട്ട് വേഗം പോകും. കാരണം നമ്മൾ സംഘമായി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ചോ, ആ ഫിത്ന ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളൊപ്പമുള്ളവരോട് നിങ്ങൾ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പറയാം. വേറൊരു പരിഹാരമില്ല. അതിനേക്കാൾ നല്ല പരിഹാരം പറയില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങളെ എതിർക്കുന്ന ആളും നിങ്ങളെ എതിർക്കാത്ത ആളും അംഗീകരിക്കുന്ന കാര്യമാണ് എന്ത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ ഫിത്ന തുടങ്ങുന്നത് നിങ്ങൾ കണ്ടോ, നിങ്ങളൊപ്പമുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കൂടുതൽ വസിയത്ത് ചെയ്യുക. നിങ്ങളും ഇബാദത്ത് ചെയ്യും, ഫിത്നയില്ലാതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? ഫിത്നയുടെ സന്ദർഭത്തിൽ ഇതല്ലാത്തെല്ലാം ചെയ്യും. ഫിത്നയുടെ കെട്ടടങ്ങില്ല. നേതാക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാട്ടിൽ ഫിത്ന തുടങ്ങുന്നത് കാണുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുള്ളവരോട്, നിങ്ങൾ അനുകൂലിക്കുന്നവരാവട്ടെ പ്രതികൂലിക്കുന്നവരുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണോ ഇത്? ഇബാദത്തുകളിൽ അധികരിപ്പിക്കാൻ അവരോട് കൽപ്പിക്കുക, അവരോട് വസിയത്ത് ചെയ്യുക, അവരെ ഉപദേശിക്കുക. പ്രശ്നങ്ങൾ സത്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കുക. നിസ്കാരമാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ അള്ളാഹുവിന്റെ ഈ ശിക്ഷയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, അലൈക്കും ബിസ്സകീനത്തി വത്തദറു. നിങ്ങൾ സമാധാനമുള്ളവരായി തീരുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, വിനയമുള്ളവരായി മടങ്ങുകയും ചെയ്യുക. അള്ളാഹുവിനോട് നിങ്ങൾ വിനയമുള്ളവരാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ശരിയായ രൂപത്തിൽ നിങ്ങൾ നിർവഹിച്ചാൽ ഫിത്നകൾ കെട്ടടങ്ങും.
എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ് അദ്ദേഹം ഖുർആനിൽ ആയത്ത് പാരായണം ചെയ്തു. വലഖദ് അഖദ്നാഹും ബിൽഅദാബി ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ. അല്ലാഹു പറയുകയാണ്, അവരെ നാം ശിക്ഷകൾ കൊണ്ട് പിടികൂടി നോക്കി. വലഖദ് അഖദ്നാഹും ബിൽഅദാബ്, നാം അവർക്ക് ശിക്ഷ ഇറക്കി കൊടുത്തു. ഫമസ്തകാനു ലിറബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക് അവർ വിനയമുള്ളവരായി മടങ്ങിയില്ല. അവരുടെ റബ്ബിനോട് അവർ വിനയം കാണിച്ചില്ല. പക്ഷെ അള്ളാഹിന്റെ ശിക്ഷ വന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല? അള്ളാഹ്ക്ക് വിനയമുള്ളവരായി മാറിയില്ല. അള്ളാഹ് എന്തിനാണ് അവർക്ക് ശിക്ഷ ഇറക്കി കൊടുത്തത്? അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. പക്ഷെ അവർ മടങ്ങിയില്ല. ഫമസ്തകാനു ലിറബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിയില്ല. വമാ യതളറഊൻ, അവർ വിനയമുള്ളവരായി, അള്ളാഹുവിന് വിനയമുള്ളവരായി അവർ മാറുകയും ചെയ്തില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാം അവരുടെ മേലുള്ള അദാബ്, ശിക്ഷ എടുത്തു മാറ്റുമായിരുന്നു. ചില പണ്ഡിതന്മാർ തഫ്സീർ കൊടുത്തത് ഇവിടെ അദാബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പട്ടിണിയാണ്. ഒരു പ്രത്യേക സമൂഹത്തെ പട്ടിണി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു നോക്കി. ആ സമയത്തൊന്നും മനുഷ്യനുണ്ടാവൂലേ, കുറച്ച് അള്ളാഹിന്റെ പരീക്ഷണം വന്നാലെങ്കിലും ഇബാദത്ത് ചെയ്യാൻ, അതും ഒരു ചെയ്തില്ല. അള്ളാഹു ഒരു വിനയമുള്ളവരായി മാറിയില്ല. സന്ദർഭത്തിൽ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂടുതൽ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നാട്ടിൽ വില കൂടുതൽ മറ്റേതൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ, എല്ലാത്തിനുള്ള പരിഹാരം ഇതാണ്. അള്ളാഹ് ഇബാദത്ത്, അള്ളാഹുവിനെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ഈ ആയത്തിന് തൊട്ടു മുന്നുള്ള ആയത്തും ഇതിന് ശേഷമുള്ള ആയത്തും നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. സമയമില്ലാത്തത് ഞാൻ വായിക്കുന്നില്ല. ഈ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ 76-ാമത്തെ ആയത്താണ്. ഇതിന് തൊട്ടു മുന്നുള്ള ആയത്തും ഇതിന് തൊട്ടു ശേഷമുള്ള ആയത്തും എന്താണ്? പ്രത്യേകം ചിന്തിച്ചു വായിക്കേണ്ട ആയത്താണ്. ഇതുമായി ബന്ധമുള്ള ആയത്താണ്. ഒരു മനുഷ്യന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയാക്കിയിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യുക എന്നതാണ്, അവനിലേക്ക് താഴെ കേണു മടങ്ങുക എന്നതാണ്. വമുലാസമത്തു ദിക്രിഹി, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നത് വർദ്ധിപ്പിക്കുക, അത് എപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. വഅയുസ്ലിഹ ഹാലഹു, തന്റെ സ്വന്തം ദീനിയായ തന്റെ സ്വന്തം അവസ്ഥ ശരിയാക്കുക എന്നതാണ് അല്ലാഹു അവന്റെ മേൽ വാജിബാക്കിയിട്ടുള്ളത്. ഏത് ഫിത്തന നിങ്ങൾക്ക് ബാധിച്ചോ, സംഘടനയിൽ ഫിത്തന ബാധിച്ചല്ലോ, നമ്മൾ അവരെ കുറ്റം പറയേണ്ട, നമ്മളെ നന്നാക്കി പറയാൻ വേണ്ട. നമ്മളെല്ലാവരും ചെയ്തിരുന്ന ഫലമാണ്, എല്ലാവരുടെയും തിന്മക്കുള്ള ഫലമാണ്. ഒരിക്കലും നമ്മൾ ഒരാളെ മാത്രം കുറ്റം. ഞാൻ പറയുന്നത് ഫിത്തനയിൽ സത്യത്തിന്റെ ഭാഗത്തുള്ളവരുണ്ടാവും, അസത്യത്തിന്റെ ഭാഗത്തുള്ളവരുണ്ടാവും. പക്ഷെ ഫിത്തന എന്തുകൊണ്ട് ബാധിച്ചു എന്നതിനുള്ള കാരണം ഞാൻ പറയുന്നു. ഫിത്തന ബാധിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന തിന്മകളാണ്. നമ്മുടെ പ്രശ്നം വേറെ ആരും നിങ്ങളെ കുറ്റം പറയണ്ട. നമ്മൾ നന്നാവുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം. വേറെ ആൾക്കാർ ചീത്ത പറയുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് സ്വയം നന്നാവുക പ്രശ്നങ്ങളുടെ സന്ദർഭത്തിൽ. അവൻ അവന്റെ സ്വന്തം കാര്യം ശരിയാക്കണം. ആ സന്ദർഭത്തിൽ വനഫ്സഹു വബൈതഹു, അവൻ സ്വന്തത്തെയും അവന്റെ വീട്ടുകാരെയും നന്നാക്കണം. പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിക്കൂല. പക്ഷേ വീട്ടിൽ, ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലൊരു കുറ്റനുണ്ടായി, എന്താ കാരണം? നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലാതെ വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മുടെ വിഭാഗത്തിൽ കുറവ് വരുത്തുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകൾ തിന്മ നിറഞ്ഞു നിൽക്കുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം ഇല്ലാതായതോ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തസ്വീർ, ചിത്രമുള്ള പുസ്തകങ്ങളും പേപ്പറുകളും ഒരു അലസമായി ഇടുന്ന അവസ്ഥയോ ഇതായിരിക്കും കാരണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാം, ഫിത്നകൾ വർദ്ധിക്കും, ജനങ്ങൾക്കിടയിൽ ധാരാളം വർദ്ധിക്കും. മാത്രമല്ല ഒരു പ്രത്യേക ഫിത്ന പുറത്തിറങ്ങും. ഒരു വീടും പ്രവേശിക്കാതെ, ഒരു വീടും അത് പ്രവേശിക്കാതിരിക്കുകയില്ല, എല്ലാ വീട്ടിലും പ്രവേശിക്കുന്ന ഫിത്നയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിത്നയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരുടെ അഭിപ്രായം തസ്വീർ, ഫോട്ടോഗ്രാഫി എന്നതാണ്, ചിത്രങ്ങൾ വീട്ടിലുണ്ടാകുന്നത്. ഒരു വീട്ടിനെ ഒഴിവാക്കാതെ കിടക്കുന്ന ഫിത്നയാണ്. നേര് വീട്ടിൽ അതില്ലാത്ത പറഞ്ഞ എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു വീടിനെ ഒഴിവാക്കി വിടാത്ത ഫിത്ന എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച കാര്യമാണ് തസ്വീർ, ചിത്രീകരണമുള്ള ഫോട്ടോ ഉള്ള കാര്യം വീട്ടിലിടാണ്. പേപ്പറും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് അതിനുവേണ്ടി സ്ഥലം വേറെ വെക്കുക, വായിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ടേക്കാം, വീട്ടിന്റെ പുറത്തിടുക. പുറത്ത് സ്റ്റോർ റൂമോ മറ്റങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പുറത്ത് പിന്നെ എന്തെങ്കിലും സ്ഥലത്ത് മാറ്റിയിടാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിടാം. വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഇടാൻ പാടില്ല. ചിത്രമുള്ള ഫോട്ടോകൾ, പിന്നെ മനുഷ്യരുടെ ചിത്രമുള്ള ഫോട്ടോകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീട്ടിലിടരുത്.
ഞാനും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആളാണ്. നമുക്ക് വീട്ടിൽ എല്ലാവരോടും പറയാനേ പറ്റുള്ളൂ, കുറേയൊക്കെ നമുക്ക് ചെയ്തു നോക്കാനും പറ്റും. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അവന്റെ സ്വന്തത്തെയും അവന്റെ വീടിനെയും അവൻ ശരിയാക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവൻ ഇബാദത്തുകളിൽ മുന്നേറുകയും ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ആശയം വരുന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, തകൂനു ഫിത്നത്തുൻ, ഫിത്നയുണ്ടാകും, ലാ യുജി മിൻഹാ ഇല്ലാ ദുആഉൻ കദുആഇൽ ഗരീഖ്, മുങ്ങിത്താഴുന്നവന്റെ പ്രാർത്ഥനയല്ലാതെ, അതല്ലെങ്കിൽ യൂനുസ് നബിയുടെ പ്രാർത്ഥനയല്ലാതെ ആ സന്ദർഭത്തിൽ ഉപകാരപ്പെടുത്തുകയില്ല. യൂനുസിന്റെ പ്രാർത്ഥന പ്രത്യേകത എന്താണ്? അത്രയും അള്ളാഹുവിനോട് താണുവണങ്ങിയിട്ടുള്ള പ്രാർത്ഥന. തന്റെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, താണുവണങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥന. എന്താ യൂനുസ് നബിയുടെ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകത്വം ആദ്യം അംഗീകരിച്ചു. സുബ്ഹാനക അല്ലാഹു എന്നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അവർക്ക് ഫിത്ന വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല, അള്ളാഹു ഓൻ ചെയ്യുന്നുണ്ട്, എവൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. റബ്ബെ എന്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്, അള്ളാഹു എന്നീ പുറത്ത് എന്നെ രക്ഷിച്ചത്. അതാണ് ആ സന്ദർഭത്തിൽ ഇല്ല ദുആഉൽ ഗരീഖ്, മുങ്ങിത്താഴുന്നവന്റെ, അല്ലെങ്കിൽ അവിടെ ഉദ്ദേശം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയില്ലാതെ ഫിത്നയുടെ സന്ദർഭത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അത്രയും ശക്തമായി പ്രാർത്ഥിക്കണം. ചെറിയ കേവല ഒരു പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. വയഅരിഫു കുല്ലു മിന്നാ കൈഫ യകൂനു ദുആഉൽ ഗരീഖ്, എങ്ങനെയാണ് മുങ്ങിത്താഴുന്നവന്റെ പ്രാർത്ഥന എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിനെ അവൻ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത്. الذي أدركه الغرب كيف يكون دعاؤه, വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ എങ്ങനെ ഇരിക്കേണ്ട പ്രാർത്ഥന? അത്രയും ശക്തമായ പ്രാർത്ഥനയായിരിക്കും അള്ളാഹുവിനോടുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അത്രയധികം ശക്തമായ രൂപത്തിൽ വിളിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. അതിനാൽ അവസാനം ശൈഖ് പറയാണ്, അൻത തുഖ്ബിലു അല അല്ലാഹി തബാറക വ തആല ഇഖ്ബാലൻ സാദിഖ, സത്യസന്ധമായി അല്ലാഹുവിലേക്ക് തിരിയുക. യുനജ്ജീക വയജ്രീക വയുസല്ലിമക വയഹ്ഫദക, നിന്നെ സംരക്ഷിക്കാനും നിന്നെ ഫിത്നകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീ സത്യസന്ധമായി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിലുള്ള രക്ഷാമാർഗം. ഈ ആശയത്തിൽ വരുന്ന രണ്ട് ആയത്തുകൾ കൂടി ഞാൻ ഈ വിഷയത്തിൽ പറയട്ടെ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആതി ലഅല്ലഹും യർജിഊൻ. അല്ലാഹു പറയുകയാണ്, വബലൗനാഹും, നാം അവരെ പരീക്ഷിക്കുകയുണ്ടായി. ഇബ്തിലാ ഫിത്നയുടെ അർത്ഥമാണ്. വബലൗനാഹും, നാം അവരെ പരീക്ഷിക്കുകയുണ്ടായി. ബിൽ ഹസനാതി വസ്സയ്യിആതി, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു പരീക്ഷിച്ചത്? ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങാൻ വേണ്ടി, അവരുടെ തിന്മകൾ അവസാനിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുലേക്ക് തിരിയാൻ വേണ്ടി. ഈ ഫിത്നക്ക് എന്തിനുണ്ടായത്? അള്ളാഹുവിനെ കാട്ടുകയാണ്. പക്ഷെ എത്ര ആളുകൾ അത് തിരിച്ചറിഞ്ഞ ആൾക്കാർ, എത്ര ആളുകൾ അങ്ങനെ ചിന്തിച്ചവരുണ്ട്? അള്ളാഹു ഈ ഫിത്ന നീ ഇറക്കിയത് ഞാൻ ഇബാദത്തിലേക്ക് തിരിച്ചു മടങ്ങാനാണ് എന്ന് ചിന്തിച്ച എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. പല ആളുകളും ഫിത്നയിലേക്ക് ഇങ്ങോട്ട് ചാടി വീഴുവാണ്. പുതിയൊരു വിഷയം കിട്ടിയെന്നല്ലാതെ ഒരാഹുവത്തില്ലാതെ ചില ആളുകൾ നമ്മൾ ഇങ്ങനെ വരെ കേട്ടിട്ടുണ്ട്. ഒരു ഫിത്ന ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷയം പഠിക്കാൻ പറ്റണം. അതിനെപ്പറ്റി നമ്മൾ എന്താ പറയാ? അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ദീന് പഠിക്കണമെങ്കിൽ അവന് ഫിത്ന ഉണ്ടാവും. ഫിത്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് അവൻ. ഒരിക്കലുമില്ല. ദീന് പഠിക്കുക എന്നുള്ളത് അത് വാജിബാണ്. അത് ഫിത്ന വരുമ്പോൾ പഠിക്കേണ്ടതല്ല, ഫിത്നന്റെ മുന്നേ പഠിക്കണം. എങ്കിലേ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല ഇബാദത്ത് ദീന് പഠിക്കണം. ദീന് പഠിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, നാട്ടുകാരെ കേൾപ്പിക്കാനോ അതല്ലെങ്കിൽ ചില ആൾക്കാർ വിഷയം പഠിക്കുകയാണെങ്കിൽ തന്നെ പുസ്തകങ്ങൾ എടുത്തു ഇത് നാട്ടുകാരെ മുന്നിൽ പറയാൻ വിഷയം എന്നാ പഠിക്കാൻ പറ്റിയ വിഷയം എന്നാ പഠിക്കും. അപ്പൊ അവന് വേണ്ടതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളല്ലോ ഇതൊക്കെ. പ്രത്യേകിച്ച് അസ്മാ വ സിഫാത്ത് ഒരാൾ തൊട്ട് വെക്കില്ല വിഷയം.
എന്താ തൊട്ടോക്കാത്ത? ഒന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. പിന്നെ ഓനോ ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത വിഷയം ഞാനും പഠിക്കട്ടെ. നമുക്ക് നാട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രം നമ്മൾ വിഷയം പഠിക്കുള്ളൂ. അങ്ങനെ പറ്റില്ല. നമ്മൾ പഠിച്ചിരിക്കേണ്ട നമ്മുടെ വാജിബായ പല കാര്യങ്ങളുണ്ട്. എങ്ങനെ ഇബാദത്ത് ചെയ്യണം. പലപ്പോഴും പല ആൾക്കാരും, ഞാൻ ഒരാളെ പുകഴ്ത്താനുമില്ല, ഒരാളെ ഇകഴ്ത്താനുമില്ല. ചില ആൾക്കാരോട് നിങ്ങൾ പ്രശ്നങ്ങൾ നടക്കുന്ന മസാലകൾ ചോദിച്ചു നോക്കിയേ, മണിമണി പോലും ഉത്തരം മതി. നിസ്കാരത്തിന്റെ പറഞ്ഞെത്രാന്ന് ചോദിക്കേ, അങ്ങനെ തലയിൽ നോക്കി അത് കിട്ടൂല. എങ്ങനെ പുതു കൊടുക്കേണ്ടത് മര്യാദക്കുന്നതിനോട് ചോദിച്ചു നോക്കി അത് കിട്ടൂല. എന്നാൽ നിസ്കാരത്തിൽ കൈവട്ടുണ്ട് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഹദീസ് ഉണ്ടാവും, ഹദീസിന്റെ നമ്പർ വരെ കാണാൻ പാടുണ്ടാവും. ഒരു നിസ്കാരത്തിൽ കൈകെട്ടിൽ മാത്രം നിസ്കാരം, അത് അതിന്റെ ഇടയിലൊരു ഇബാദത്താണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തർക്ക വിഷയങ്ങൾ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഫിത്ന ഉണ്ടാവുക അത് മാത്രം പഠിക്കുക, വേറെ ദീനിനെ പറ്റി പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ല. ആരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ അപ്പോൾ മാത്രം പുസ്തകം വെച്ച് പഠിപ്പിക്കുക, അപ്പോൾ മാത്രം പുസ്തകം വെച്ച് പഠിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഇബാദത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലാണ്. ഇപ്പൊ പല ആൾക്കാരും നമ്മോട് സഹാബികളെ പാതാതെ വിഷയം പറയാൻ പറ്റുന്ന അവർ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ പറയലില്ല എന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാക്കുന്നത് സഹാബികൾ ജീവിച്ചോളം ജീവിക്കണം. പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് ഒരാൾക്കും കേൾക്കാൻ താല്പര്യമില്ല. അതാരും കേൾക്കുന്നില്ല. എല്ലാവർക്കും സഹാബികൾ ജീവിച്ച് സഹാബികളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതൊക്കെ കേട്ടിങ്ങനെ, പിന്നെ മരിക്കാൻ കിടക്കുമ്പോ അപ്പുറത്തുള്ളവർ വെള്ളം കൊടുക്കാൻ പറഞ്ഞു, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മൊബൈൽ കേൾക്കണമെന്ന് തന്നെ തീരുമാനിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് സാധിക്കണ കാര്യമില്ല. അത്രയും ഉയരത്തിലൊന്നും ഇപ്പൊ നമുക്ക് ജീവിക്കാനും പറ്റില്ല. കഴിഞ്ഞു. ഇതാണോ സഹാബികളുടെ ജീവിതം? സഹാബികൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കി നമ്മൾ. അങ്ങനെ ജീവിക്കണം നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചത് അതാരും അന്വേഷിക്കുന്നില്ല. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കലാണ്. സഹാബികൾ കാണിക്കുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ. എന്താണ് ആ മാർഗം? അത് വളരെ കുറച്ച് ആൾക്കാരെ ചിന്തിക്കോളൂ. അതിനെക്കുറിച്ച് കേൾക്കാൻ പല ആൾക്കും താല്പര്യമില്ല. അതേസമയം സഹാബികളുടെ പാതാളത്തെ വിഷയം വെച്ച് കുറെ ചരിത്രകഥകൾ കേട്ട് ഇങ്ങനെ കരയാനാണെങ്കിൽ ആൾക്കാരുണ്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഇത്തരം പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗത്തിനെ പറ്റിയിട്ടോ ഒന്നും മോശമായിട്ട് പറഞ്ഞത്. പക്ഷെ അതിനൊരു സ്വാധീനം ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. അതെന്താണ്? നമ്മുടെ അമലിലാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലാണ്, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപാടുകളിലാണ്, നമ്മുടെ സംസാരത്തിലാണ്, നമ്മുടെ ആയത്തും ഹദീസും അറിയുന്ന കാര്യങ്ങളിലാണ്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞത്, സഹാബികൾ ജീവിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ഞാൻ സൂറത്തുൽ ബഖറ പഠിച്ച 2 വർഷം കൊണ്ടാണ്. അതിന്റെ ഇൽമും അമലും ഒരുമിച്ചാണ് ഞാൻ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം മനസ്സിലായാലും സഹാബികൾ ഇങ്ങനെ ജീവിച്ചത്. എത്ര ആൾക്കാർ അതേപോലെ ജീവിക്കും? എല്ലാവർക്കും അറിയാം സഹാബികൾ ജീവിച്ച പോലെ ജീവിക്കണം. ഇതാണ് സഹാബികൾ ജീവിച്ച പോലെ. ഇങ്ങനെ പഠിക്കാൻ ആരുണ്ട്? അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഫിത്ന അവതരിപ്പിക്കുന്നത് എന്തിനാണ്? ഫിത്ന നമുക്കിടയിലേക്ക് ഇറക്കുന്നത് നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങാനാണ്. നമ്മൾ സന്തോഷിക്കാനോ നമ്മൾ ചിരിക്കാനോ മറ്റുള്ളവരുടെ വഴികേറി കണ്ടിട്ട് ആഹ്ലാദിക്കാനോ അല്ല. പലപ്പോഴും ഒരു ഫിത്ന ഉണ്ടായാലും ഭിന്നിപ്പുണ്ടായ 2 ഭാഗത്താകാൻ ആ കോലത്തുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ പറയാറുള്ളത്, സത്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ആഗ്രഹം ഭിന്നിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാനല്ല, മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനല്ല, മറിച്ച് എല്ലാവരും യോജിക്കാനാണ്, ഹക്കിലേക്ക് ഒരുമിക്കാനാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല? സത്യം പറയാതിരിക്കുക എന്നതുമല്ല. പക്ഷെ രണ്ടും ഒരുമിച്ച് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹക്ക് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളോടും ഞാൻ തർക്കിച്ചിട്ടില്ല, എന്നോട് എതിരിടുന്നവന്റെയോ എന്റെയോ നാവിലൂടെ അള്ളാഹു സത്യം പുറത്തു കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയിലാണ്. ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും തർക്കിച്ചിട്ടുണ്ട്? നമ്മളെ നാവിൽ കൂടെ മാത്രമേ സത്യം വരാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ തർക്കിക്കൊള്ളൂ. പക്ഷെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എന്റെ നാവിലൂടെയോ അതല്ലെങ്കിൽ എന്റെ എതിരാളിയുടെ നാവിലൂടെയോ സത്യം പുറത്തു വരണമെന്ന ആഗ്രഹത്തിലെല്ലാം ഞാൻ സംസാരിച്ചിട്ടില്ലാണ്. പലപ്പോഴും പലരുടെയും തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ സംവാദങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവരത് പറയണം എന്നുള്ളതാണ്, പറയിപ്പിക്കണം. നമ്മൾ പോയിട്ട് തർക്കിച്ചിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊരിക്കലും പാടില്ല. ഒരു മുസ്ലിം വഴികേടിലാകുന്നത് നമ്മൾ കാണുമ്പോൾ സന്തോഷിക്കുന്നില്ല. നമ്മുടെ വിജയമല്ല അത്, നമ്മുടെ പരാജയമാണ്.
നമ്മൾ ഇത്ര കാലം പ്രവർത്തിച്ചിട്ട് അവരത് പറഞ്ഞു എന്നത് നമ്മുടെ പരാജയമാണ്, നമ്മുടെ വിജയമല്ല. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഒരു സംവാദം നടന്നു. ഹിദായത്ത് വരെ അള്ളല്ലാത്തത് ചോദിക്കാൻ അവർ പറഞ്ഞു. എന്തു വലിയ അപരാധമാണ് അവർ പറഞ്ഞത്. ഹിദായത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹിന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, വേറൊരാളും ചോദിക്കാൻ പാടില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് ഇത് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്താ ചിന്ത വരുന്നത്, റബ്ബേ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരുന്നല്ലോ എന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ കാലഘട്ടത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതല്ല, നമ്മുടെ കാലഘട്ടത്തിൽ ഇവരിത് പറഞ്ഞു പോയല്ലോ എന്നുള്ളതാണ്. ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇമാം ബുഖാരി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അഥർ, ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കുറേ മുന്നേ വായിച്ചതാണ്. സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം ബസ്രയിലെ, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ കലാം ഖുർആൻ അത് സൃഷ്ടിയാണ് എന്ന് ഒരാൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ഒരാൾ ബസ്രയിൽ വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഷെയ്ഖ് അദ്ദേഹം തന്റെ ശിഷ്യനോട് വളരെയധികം ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ വിചാരിക്കുന്നുണ്ടാകും നീ വലിയൊരു നല്ല കാര്യമാണ് എന്നോട് ചെയ്തത്. അദ്ദേഹത്തിന് ഇത്ര വലിയൊരു അപരാധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കേൾക്കേണ്ടി വന്നതിന്റെ സങ്കടം ബസ്രയിൽ നിന്ന് അദ്ദേഹം നാടുവിട്ടു പോയി. ആ വാക്ക് അവിടെ പിന്നെ ഒരു പുതിയ വാദം, ആ പുതിയ വിദഗ്ധ ആ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ നാട് വിട്ടു പോകണം, കേൾക്കാതിരിക്കാൻ വേണ്ടി, അതിന് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ ചിന്തയല്ലാണ് സലഫിയത്ത് എന്നത്. എന്തല്ല, നമുക്ക് പുറത്തുള്ളവരൊക്കെ അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ വഴികേടിൽ പോകട്ടെ എന്ന ചിന്തയല്ല, ഒരിക്കലുമല്ല. ചില ആളുകളുടെ മനസ്സിലത് കയറുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേൾപ്പിച്ചെന്ന റഹിമഹുല്ലയുടെ ആ ചെറിയ ക്ലാസ്സിലുള്ള അദ്ദേഹം പറഞ്ഞു, അത് തന്നെ അദ്ദേഹം പറഞ്ഞു, ധാരാളം കക്ഷികളുണ്ട്, സലഫികളുണ്ട്, ഇഖ്വാനികളുണ്ട്, ജമാഅത്തുകാരുണ്ട്, പല ആളുകളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിന്റെ സത്യം, സലഫികളുടെ അടുക്കലാണ് സത്യമുള്ളത്. പക്ഷേ അതിന്റെ അർത്ഥം എന്തല്ല, അവരുടെ പോലും ചില ആളുകളുടെ അടുക്കൽ കാണുന്ന കാര്യം എന്താണ്, അവരല്ലാത്ത എല്ലാ സംഘങ്ങളും വടികേടിലും ഭിന്നിപ്പിലും പ്രശ്നത്തിലും അവരെ ഒരിക്കലും ഇനി നന്നാവാൻ പോണില്ല. അതല്ലെങ്കിൽ ആ നിലക്കുള്ള മൊത്തത്തിൽ ഒരു സംഘത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ ഒരു സംഘം നശിച്ചു പോകട്ടെ എന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ നാളിൽ വരാൻ പാടില്ല. എല്ലാവരും സത്യത്തിലേക്ക് വരട്ടെ, ഹക്കിലേക്ക് വരട്ടെ. ഹക്കിലേക്ക് വരാൻ പറഞ്ഞാൽ നമ്മുടെ സംഘടനയെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ അസ്സലഫിയ്യ വലൽ മുൻതസിബീന ഇല സലഫിയ്യ. നിങ്ങൾ സലഫിയത്തിനെ മുറുകെ പിടിക്കുക, അതല്ലാതെ സലഫിയത്തിലേക്ക് ചേർത്തി പറയുന്നവരെയാണ്. സലഫിയത്തിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. സലഫിയത്ത് ഞാൻ സലഫിയെന്ന് പറഞ്ഞെടുക്കണമെന്നല്ല, സലഫിയത്ത് അതെന്താണെന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണിത്. നമ്മുടെ മനസ്സ് ഒരിക്കലും എന്താവാൻ പാടില്ല. ഏതൊരു മുസ്ലിമിനും വേണ്ടി നമ്മുടെ മനസ്സ് തുറന്നിരിക്കണം, സത്യത്തിലേക്ക് വരട്ടെ. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈയെ പറ്റി അദ്ദേഹത്തിന്റെ സമകാലികൾ പറഞ്ഞത് അവസാനിപ്പിക്കാൻ. ഇമാം ഷാഫിഈയെ പറ്റി അദ്ദേഹത്തിന്റെ സമകാലികൾ പറഞ്ഞത്, മാ റഅയ്തു അഖല മിന ഷാഫിഈ, ഇമാം ഷാഫിഈയേക്കാൾ ബുദ്ധിയുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറയാണ്, നാദർതുഹു ഫീ മസ്അലത്തിൻ, ഞാനൊരു മസ്അലയിൽ അദ്ദേഹത്തോട് തർക്കത്തിലായി സംസാരിച്ചു. ഒരു മസ്അലയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. രണ്ടുപേരും യോജിപ്പിലെത്തിയില്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ. ദിവസങ്ങൾക്ക് ശേഷം അങ്ങാടിയിൽ വെച്ച് ഇമാം ഷാഫി എന്നെ കണ്ടുമുട്ടി. എനിക്ക് കൈ തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മസ്അലയിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലാണെന്നത് പരസ്പരം സഹോദരന്മാരായി ഇരിക്കാൻ നമുക്ക് തടസ്സമാകുന്നില്ല. ഏത് വിഷയത്തിലാണ്? ഇതിന്റെ അർത്ഥം അള്ളല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് തോളത്ത് പോയി കൈയിടണമെന്നല്ല, മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള മസാലകളാണെങ്കിൽ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കരുത്, അതിന്റെ പേര് പരസ്പരം ഭിന്നിക്കരുത്. നമ്മൾ അതിൽ ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ഖിലാഫ് രണ്ട് രൂപത്തിലുണ്ട്, ഖിലാഫ് തനവു, ഖിലാഫ് തദാദ്. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഭിന്നിപ്പുകളുണ്ട്, പിന്നെ
രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതകളുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലേക്കുള്ള യാത്രാ മധ്യേ നബി പറഞ്ഞു ബനൂ ഖുറൈമയിൽ എത്തിയിട്ടല്ലാതെ ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ബനൂ ഖുറൈമയിൽ എത്തിയിട്ട് അസർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ്. വേറെ ചില ആൾക്കാർ മനസ്സിലാക്കിയത് റസൂലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം അസറിന്റെ സമയം കഴിയുന്നതിന് മുന്നേ ബനൂ ഖുറൈമയിൽ എത്തണമെന്നാണ്. അവർക്ക് മനസ്സിലായതുപോലെ രണ്ടുപേരും ചെയ്തു. റസൂലുള്ള പറഞ്ഞപ്പോൾ രണ്ടുപേരെ ആക്ഷേപിച്ചില്ല, രണ്ടുപേരും സത്യത്തിന്റെ ഭാഗത്താണ്. അതുപോലുള്ള ചില മസലകളുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിന് വകുപ്പുള്ളതാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെടാത്ത, ഉസൂലുകളിൽപ്പെടാത്ത അയാളുടെ അഭിപ്രായം. ഇപ്പോ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അജ്മഈൻ അവർ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയം പറയാൻ മാത്രമായിട്ട് ഒരു വോളിയം ബുക്കുണ്ട്. ഈ മൂന്ന് പേര് അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം. പക്ഷെ ആ മൂന്ന് പേരും എന്ത് ചെയ്തിട്ടില്ല, പരസ്പരം മുബ്തദിഅെന്നോ അതല്ലെങ്കിൽ കാഫിറെന്നോ അതല്ലെങ്കിൽ സലഫിയത്തിൽപ്പെടാത്തവെന്നോ വിളിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഹിജാബ് ഫർദ എന്നായിരുന്നു, മുഖം മറക്കൽ നിർബന്ധമാണെന്നായിരുന്നു ഇബ്നു ഉസൈമീന്റെ അഭിപ്രായം, ഇബ്നു ബാസിന്റെ അഭിപ്രായം. അൽബാനിയുടെ അഭിപ്രായം മുസ്തഹബാണെന്നാണ്, സുന്നത്താണ്. അതിന്റെ പേരിൽ അൽബാനിന്റെ മുബ്തദിഅെന്നോ അൽബാനി കാഫിറാണെന്നോ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് നിങ്ങൾ ഉദാഹരണം ഈ വസ്ത്രം നിങ്ങൾ എടുത്തിട്ടോ മുഖം മറക്കൽ സുന്നത്താന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയും ഒരു പറയാം ഹറാമാണ്, ഹറാമാണെന്ന അഭിപ്രായം ഒരാൾക്കുമില്ല, അത് വേറെ കാര്യം. പക്ഷേ വാജിബാണെന്ന് പറഞ്ഞാൽ അവർക്ക് വാജിബാണെന്ന് തന്നെ പറയണം, മുസ്തഹബാണെന്ന് പറയാൻ ഒരു വകുപ്പ് ഒരു കാണിച്ചല്ല. നമുക്ക് മസ്അലകളായി തുടരട്ടെ. നമ്മളെന്താണ് അഹ്ലുസുന്നയുടെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ ഒരാൾക്കുണ്ടോ അവർ പരസ്പര സഹോദരങ്ങളാണ്. അത് ഇസ്ലാമിന്റെ നിയമങ്ങളിൽപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ ചുരുക്കം ഇതാണ്, പറഞ്ഞ കുറച്ച് വിഷയത്തിൽ മാറിപ്പോയി. ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ ഇബാദത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുക, അതാണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി. അതല്ലാതെ മറ്റൊരു വഴിയും അതിനുള്ളതായി കാണാൻ സാധിക്കുകയില്ല. ഇബാദത്തുകളിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അഫ്ദലായ ഇബാദത്താണ് ആദ്യം ചെയ്യേണ്ടത്. ഇബാദത്ത് പല രൂപത്തിലുള്ളത്. ഫിത്ന വന്നു കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായ ഇബാദത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം. അഫ്ദലായ ഇബാദത്ത് ഏതാണെന്നുള്ളത് പണ്ടേമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഒരഭിപ്രായം നമസ്കാരമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അതേപോലെ തന്നെ മതപഠനമാണെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ജിഹാദിന്റെ കാര്യത്തിലാകട്ടെ അത് ഷുറൂത്തുകളും അതിന്റെ നിബന്ധനകളും അതിന്റെ അവസ്ഥകളും ഒക്കെ പാലിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. അമീർ ഉണ്ടാകണം, പല നിബന്ധനകളുമുണ്ട് ജിഹാദ് ചെയ്യാൻ. അതല്ലാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ രണ്ടു കാര്യങ്ങൾ ഏതൊക്കെ വരും? നമസ്കാരവും മതപഠനവും. ഇതിലേതെങ്കിലും അങ്ങനെ അഫ്ദലായ ഇബാദത്തിലേക്കാണ് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. ഇതിൽ വർദ്ധിപ്പിക്കണം. നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.